7-ാം തീയതി വരെയുള്ള വ്ളോഗുകൾക്ക് നിങ്ങൾ തന്ന ആ ഒരു വെൽക്കമിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അടുത്ത 3 ദിവസത്തെ വ്ളോഗ് ഞാൻ ഒരുമിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കരമായി ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, ബിക്കോസ് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എങ്ങോട്ടാണ് പോണേ? ഇങ്ങോട്ട് പോകല്ലേ? പക്ഷെ വണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ. എവിടെയാ ഇല്ല ചോദിക്കില്ലേ നമ്മളെങ്ങോട്ടാ പോണേ? അതെ, അങ്ങനെ അമ്മേനെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ യെസ് പറയിപ്പിക്കുക എന്നുള്ളത് നല്ല ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു മടിയും കൂടാതെ യെസ് പറഞ്ഞ എൻ്റെ അമ്മേനെയും കൊണ്ട് ഞാൻ പോകുന്നത് പോത്തീസിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടോ പോത്തീസിൽ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ആടി സെയിൽ നടക്കുന്നുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ആടി സെയിൽ എന്നൊക്കെ ഞാൻ കരുതിയപ്പോഴത്തേക്കിന് ഞാൻ കരുതി ചെന്നൈ സിൽക്ക് പോലെയോ, അതായത് തമിഴ് ഒരു ടേസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ഒന്നും അല്ല. ഇത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളി കസ്റ്റമർ സർവീസ്, അടിപൊളി സെലക്ഷൻസ്, എല്ലാം കൂടി കുമിഞ്ഞു കൂട്ടിയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. വളരെ വൃത്തിയായിട്ട് നല്ല കസ്റ്റമർ സർവീസോടുകൂടെ ചെയ്ത ഒരു സെയിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൾ കോട്ടൺ സാരി കയറി ചെല്ലുമ്പോൾ തന്നെ മൾ കോട്ടൺ സാരിയുടെ ഒരു കലവർ തന്നെ അവിടെയുണ്ട്. ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 3000 താഴെയുള്ള സാരികളും മുകളിൽ അതിൻ്റെ മുകളിലേക്കുള്ളതുമാണ്. മോസ്റ്റ് ഓഫ് ദി ഡ്രസ്സസിന് 15 to 50% ഓഫ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വലിയ പ്രൈസിൽ നിന്നല്ല അത് തരുന്നത്. അവരുടെ ഓൾറെഡി ഉള്ള സെയിൽസ് പ്രൈസ് ഭയങ്കര കുറവാണ്. ഇത് കണ്ടില്ല, ഇതൊക്കെ മൾ കോട്ടൺ സാരിയാണ്. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ, ബിക്കോസ് ഞങ്ങളൊരു 16 സാരിയോളം അവസാനം എടുത്തു എന്നുള്ളതാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ളതും ഈ ബംഗാൾ കോട്ടനും അല്ലെങ്കിൽ നമ്മുടെ ചെട്ടിനാട് പോലത്തെ സാരിയും എല്ലാം അവിടെ കിട്ടും. അതവിടെ എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് തന്നെ നടന്ന് സാരികളെടുത്ത് ഇത് ഫിക്സ് ചെയ്തു, ഇത് നമ്മൾ സെലക്ട് ചെയ്തു, ഇത് വെച്ച് നോക്കണം എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഒരു ഷോപ്പിൽ ചെന്നിട്ടാണ്. ആൻഡ് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. അപ്പം ഞാൻ ആദ്യം കയറിയപ്പോൾ തന്നെ മൾ കോട്ടൺ വെച്ച് നോക്കിയപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ ഞാൻ എടുക്കുമായിരിക്കും. പക്ഷെ അപ്പുറത്തോട്ട് ചെന്നപ്പോഴൊരു മായ കലവർ തന്നെ ഞാൻ കണ്ടത്. ഈ ചെട്ടിനാട് സാരി പോലത്തെ സാരികളിൽ നല്ല കസവൊക്കെയുള്ള കോട്ടൺ, അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒട്ടും പ്രൈസി അല്ല. നിങ്ങൾ അത് പോയി തന്നെ നോക്കണം. ജൂൺ 21 മുതൽ ജൂലൈ 31 വരെയാണ് ഇവരുടെ ഈ സെയിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ ഇനിയുള്ള ഈ വർഷത്തേക്കുള്ളതും മുഴുവനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. ടീച്ചേഴ്സ് ആണെങ്കിലോ ഓഫീസിൽ പോകുന്നവരാണെങ്കിലോ യങ്സ്റ്റേഴ്സ് ആണെങ്കിലോ എല്ലാവർക്കും. ഞാൻ ഭയങ്കര പിക്കി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊട്ടും ഇഷ്ടപ്പെടേണ്ടതല്ല. പക്ഷേ ഐ റിയലി ലവ് ഇറ്റ്. അവരുടെ കസ്റ്റമർ സർവീസസ് പറയാതിരിക്കാൻ വയ്യാട്ടോ. പിന്നെ നമ്മൾ താഴെ ഈ ചെട്ടിനാട് കോട്ടൺ കണ്ടപ്പം നമ്മൾ ഒരെണ്ണത്തിനത് 3000 വന്നു. അപ്പം ഞാൻ എല്ലാത്തിനും അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ലായിരുന്നു, എല്ലാത്തിനും 1000-ന് താഴെ നമുക്ക് കുറേ സാധനം കിട്ടി. എനിക്ക് ഏതിനകത്ത് തലയിടണം എന്നറിയാൻ പാടാത്തൊരവസ്ഥയ്ക്കില്ല. ഞാൻ ആ കട മൊത്തം മേടിച്ചുകൊണ്ട് പോകുന്നതന്നെ. ഇത് കണ്ടു സെലക്ഷൻസൊക്കെ. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുക? ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് ആൻഡ് ക്ലാസ്സിയാണ്. നിങ്ങൾ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു നഷ്ടമായിരിക്കും. ആൻഡ് ഐ ഫീൽ വെരി ഗുഡ് ദാറ്റ് ഐ കെയിം ഹിയർ ഈ ഒരു സമയത്ത് ഈ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നും ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്നും പോത്തീസിൽ പോകണമെന്ന് ഞാൻ കരുതി. നാളെ ഞാൻ പോകണമെന്ന് കരുതിയിരുന്നു. നാളെ വൈകുന്നേരം എനിക്ക് ഫ്ലൈറ്റാണ്. പക്ഷേ നാളെ ഞാൻ പോകണമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ സമയം ഒന്നിനും കിട്ടുന്നില്ല. നമുക്കിവിടെ ഇപ്പം ലുലുവിലും സെയിൽ നടക്കുന്നുണ്ട്. ലുലുവിലത്തെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു മൊത്തം 50% ഫ്ലാറ്റ് സെയിലാണ്. 8, 9, 10, 11 എങ്ങാണ്ടും. അങ്ങനെയൊന്നുമല്ല. സെലിബ്രേറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും കണക്റ്റിലും മാത്രമേ സെയിലുള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും സെയിലില്ല. അപ്പം പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച ആൾക്കാർ വന്നിട്ട് ലുലു മുഴുവൻ തിരക്കാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടെ ഒന്നും സെയിലില്ല എന്നുള്ളത്. പക്ഷേ ഇതല്ല, ഇത് വെറും വാക്കല്ല. ഇത് കോട്ടൺ ആണെങ്കിലോ ഷിഫോൺ ആണെങ്കിലോ എന്താ പറയുക ജോർജറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പട്ടാണെങ്കിലോ സാധാരണ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന സാരി ആണെങ്കിലോ ചുരിദാറുകളാണെങ്കിലോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആണെങ്കിലോ
കസവാണെങ്കിലോ എല്ലാ തരത്തിലുള്ള സാരി നമുക്ക് ചിലവർക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡിസൈൻ ആയിരിക്കുമല്ലോ അവരുടെ തലയിൽ ഇഷ്ടം. അങ്ങനത്തെ എക്സ്ട്രീംസും ഉണ്ട്. പിന്നെ കോംബോസ് ഉണ്ട്, അതായത് 2 മേടിക്കുമ്പോൾ 1200 അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ അമ്മ നോർമലി 2 മേടിക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ആളാണ്. പക്ഷേ അത് ഒരെണ്ണേ നമുക്ക് കിട്ടിയുള്ളൂ അങ്ങനത്തെ ഒരു കോംബോയിൽ. കാര്യം അമ്മ ഭയങ്കര പെർട്ടിക്കുലറാണ്. അമ്മേനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് അമ്മ 16 സാരി, അമ്മയ്ക്ക് 12 ഉള്ളൂ, ബാക്കി എല്ലാവർക്കും. കാര്യം അമ്മ കുറേ സാരികൾ കൊടുത്തു കഴിഞ്ഞ വർഷം അമ്മയുടെ. അപ്പം അമ്മയുടെ അലമാരിയിൽ ഇപ്പം കാലിയാണ് ഏകദേശം. ഇപ്പം റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റുന്ന, പള്ളിയിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം കുറേ പിന്നെ ആൻറ്റിമാർക്കും ഒക്കെ എടുത്തു. അപ്പം നമ്മൾ ആ ഒരു ഷോപ്പിംഗ് എൻ്റെ അമ്മ യെസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാമ്പാണ്, ഗ്യാരണ്ടിയാണ്. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ബിഫോർ July 31 കേട്ടോ. പിന്നെ കസ്റ്റമർ സർവീസിൻ്റെ കാര്യം പറയാൻ വയ്യ. വളരെ നല്ല കസ്റ്റമർ സർവീസായിരുന്നു. എല്ലാം പൊളൈറ്റായിട്ട് പറഞ്ഞു തരികയും നമ്മുടെ കൂടെ നടക്കുകയും ഒക്കെ. പിന്നെ ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്കൊന്നും പോയില്ല കേട്ടോ, ബിക്കോസ് നമുക്ക് സമയം ഉണ്ടായില്ല. നമ്മൾ ഡാൻസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അമ്മയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഉച്ചയായപ്പോഴാണ് നമ്മളിവിടെ വന്നത് തന്നെ, ഉച്ച കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്ന് പൊരിഞ്ഞ് കറങ്ങിയിരിക്കുമായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് വേഗം ഓടിപ്പോയിട്ട് വീട്ടിൽ പോയി. കാര്യം എനിക്ക് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇൻ്റർനെറ്റിലായിരുന്നുകൊണ്ട് ഊബറൊക്കെ ബുക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ വേഗം കിട്ടിയ സാധനങ്ങളും എടുത്ത് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാനായിരുന്നു ഇരുന്നിരുന്നത്. എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇത് തുറക്കണ്ട, അങ്ങനത്തെ വേണ്ട, എനിക്കിഷ്ടായി. അമ്മയ്ക്ക് ചേരുന്നുണ്ട്. അങ്ങനെ ഈവൻ മാനിക്യൂനിൽ ഉണ്ടായിരുന്ന സാരി വരെ ഞങ്ങൾ ഊരി മേടിച്ചു എന്നുള്ളതാണ്. ഭീകരമായ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സൽവാറിനെ പറ്റി കുറേ പേര് എൻ്റെ അടുത്ത് എൻക്വയറി ചോദിച്ചു. ഇത് സീതാ ഭാരതി നാരി പറഞ്ഞിട്ടുള്ള, ഭാരതോ ഇന്ത്യ നാരി പറഞ്ഞിട്ടുള്ള ലുലുവിലെ ഒരു 2nd ഫ്ലോറിലുള്ള ഒരു ഷോപ്പാണ്. ഷോപ്പെന്ന് പറയാൻ പറ്റില്ല, പുറത്ത് നടത്തുന്ന ഒരു കുഞ്ഞു സ്റ്റോളാണ്. അപ്പം അവിടെ പോയാൽ ഇത് കിട്ടും. കളർ നല്ലപോലെ ഇളകും, പക്ഷേ എല്ലാ ഡൈ ചെയ്യുന്ന മെറ്റീരിയലിനും കളർ പോവും. പക്ഷേ കളർ പോയാൽ ഇത് ഫെയ്ഡ് ആവുന്നില്ല കേട്ടോ. ചിക്കൻ കാരി അഫെയറിലൊക്കെ നല്ല പ്രൈസി ആണെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. ടോപ്പും ബോട്ടവും കൂടി ചേർത്ത് ചിക്കൻ കാരിയുടെ ഒരു പ്രൈസ് ഉണ്ട്, പക്ഷേ അങ്ങറ്റമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കാരി അഫെയർ എന്നല്ല, വേറൊരു ഫേമസ് ഷോപ്പുണ്ട് ബ്രോഡ്വേയിൽ, പേര് ഞാൻ മറന്നുപോയി. അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചത് 4700 ഒറിജിനലാണ്, ഹാൻഡ് വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതൊന്നുമല്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഷോപ്പിൽ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബില്ല് വന്നു. അമ്മ കുറേ അണ്ടർസ്കേർട്ടും ബ്ലൗസ് പീസസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ചുറ്റിനും മേക്കപ്പ് സാധനങ്ങളും സെറ്റ് മുണ്ടും സെറ്റ് സാരിയും അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. എനിക്കെന്തോ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു നാണമില്ല കേട്ടോ. ആ ഒരു ബ്രേക്ക് വന്നപ്പോഴത്തേക്കിനും, ഒരു സ്പേസ് വന്നപ്പോഴത്തേക്കിനും അങ്ങനെ ഒരു ഇൻഹിബിഷനൊക്കെ വന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. അമ്മയായിട്ട് ഞാൻ അവിടെ നിന്ന് ഭയങ്കര നാടകമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നാണം വന്നിട്ട് പണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിന്. ഇതാട്ടോ ആഷ്മിയുടെ അടിപൊളി സെയിൽസ് പേഴ്സൺ, ആ ലെഫ്റ്റിൽ നിൽക്കുന്ന ഗ്രീൻ സാരി. എന്നിട്ട് അവരെന്നെ അവിടെ ഹാപ്പി കസ്റ്റമറിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വിട്ടെ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ അവിടെ ബ്ലൗസ് പീസൊക്കെ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ റൈറ്റിൽ പേർപ്പിൾ സാരി എടുത്തേക്കണ പുള്ളിക്കാരി വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പോയി. നമ്മൾ പിന്നെ അത് പോകാതിരിക്കില്ലല്ലോ. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം നല്ല ചീരയും മീൻ വറുത്തതും ചക്കക്കുരു മെഴുക്ക് വരട്ടിയും മീൻ കറിയും ചേർത്ത് നല്ല അടിപൊളി ഒരു പിടി പിടിച്ചു. ഞാൻ ഇപ്രാവശ്യം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കണമെന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ പോയി, പക്ഷേ വീട്ടിൽ ഓർഡർ ചെയ്തു. എന്ത്, നമ്മുടെ ബിരിയാണി. പിന്നെ അമ്മയുടെ ഫുഡും. അതുകൊണ്ട് അത് നമുക്ക് വെട്ടിക്കാൻ പറ്റത്തില്ല. നമ്മൾക്കിങ്ങനെ ഷോക്കടിക്കും നമ്മുടെ വായിലേക്ക് ആ ഫുഡ് വയ്ക്കുമ്പോഴത്തേക്കിനും.
ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ പുഴമീനായിരുന്നു. അതായത് നമുക്കിങ്ങനെ പല മീനുകളാണ് ആ ഒരു കറിയിൽ ഉണ്ടാവുക. അതിങ്ങനെ തേങ്ങ അരച്ച് വയ്ക്കും. ഞങ്ങളുടെ ഇവിടെ മുളകിട്ട് വയ്ക്കും, തേങ്ങ അരച്ച് വയ്ക്കും, വറ്റിച്ച് വയ്ക്കും. പിന്നെ നമ്മുടെ വീട് ഒരു ഇൻ്റർനാഷണൽ വീടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, അങ്ങനെ കുറേ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ മരുമക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഷൂട്ടിങ് വന്നായിരുന്നു. അത് രാവിലെ ആയിരുന്നു കേട്ടോ, ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ ജസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ബേബിയൊക്കെ ആയിട്ട് കളിച്ചിരുന്ന് പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് കോൺവെൻറ്റ് ജംഗ്ഷനിൽ പോയി. കോൺവെൻറ്റ് ജംഗ്ഷനിൽ എന്തിനാണ് പോയെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ പുഞ്ചിരി സ്റ്റോർസ് ഓർമ്മയില്ലേ? നമ്മുടെ ടിബിൻചാൻ്റെ കടയിലൊക്കെ പോയി കുറേ പപ്സും സമൂസയൊക്കെ മേടിച്ചു, കുറേ വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പോയി ഓർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് ഷോപ്പിലേക്ക്. കോൺവെൻറ്റ് ജംഗ്ഷനിലെ ഓർണ ഇപ്പോൾ പുതുതായിട്ടുണ്ടായതാണ്. ഇപ്പോൾ ഗുഡ്വില്ലൊക്കെ ആണല്ലോ, അൽഫോൺസി ആണല്ലോ അവിടെ ഉള്ളത്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരു ഷോപ്പാണ്. കുപ്പിവളയുടെയൊക്കെ നല്ല കളക്ഷനുണ്ട്. അപ്പോൾ ഈ ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിന് പറ്റിയ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ പോവാം. ഞാൻ കുറേ കുപ്പിവള എടുത്തു ഇവിടുന്ന്, എന്തിനാണെന്നറിയില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു കുറച്ച് ട്രഡീഷണൽ മാലയൊക്കെ മേടിച്ചു. എനിക്കൊരു കുറച്ച്, നിങ്ങൾ കാണും അടുത്ത സർപ്രൈസ് എന്താണെന്നുള്ളത്. അതൊക്കെ മേടിച്ചിട്ട് ഞാൻ അവിടെയുള്ള ഈവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് വെയർ, അതൊക്കെ ആ ലൈനിൽ തന്നെയാണ് കേട്ടോ, നൈറ്റ് വെയർ ഷോപ്പിൽ കയറി. ഞാൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് തന്നെയാണ്. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല ഇവിടെ നിന്ന് എടുക്കുന്നത്, ഇച്ചിരി ക്വാളിറ്റി നോക്കും. പക്ഷേ നൈറ്റ് വെയർസ് ഞാൻ കുറച്ച് ഇവിടെ നിന്ന് മേടിച്ചു. എനിക്ക് പിജാമ പ്രാന്തുണ്ടേ, അത് മേടിച്ച് വീട്ടിൽ പിന്നെ വീട്ടിൽ ചില്ല് ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഞാനിത് പിന്നെയും പുറത്തിറങ്ങി ലുലുവിലേക്ക്. അവിടെ നമ്മുടെ ടിനു ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത്. ബിക്കോസ് എനിക്ക് വെസ്റ്റ് സൈഡിൽ അന്ന് പോയിട്ട് ആഷയ്ക്കുള്ളതും ആനിമോൾക്കുള്ളതും മേടിക്കാൻ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. സോ ഐ വെൻറ്റ് ടു വെസ്റ്റ് സൈഡ് ആൻഡ് നമ്മൾ കുറച്ച് ഇൻഡോ വെസ്റ്റേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെടുത്തു. പിന്നെ ആശിഷിനും പാവലിനൊക്കെ കുറച്ച് ടീഷർട്ട്സും ഷർട്ടൊക്കെ എടുത്തു. പിന്നെ നമുക്ക് മുകളിലൊരു ഫേവറേറ്റ് ഒരു കുഞ്ഞു ചായക്കടയുണ്ട്, കുഞ്ഞ്, അപ്പോഴത്തെ ടീ ഷോപ്പല്ല, ഇപ്പോഴത്തെ കുഞ്ഞു ചായക്കടയുണ്ട്. അവിടുന്ന് സമോസ, നല്ല വെജിറ്റബിൾ സമോസയും കട്ട്ലേറ്റൊക്കെ കഴിച്ചു. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു, അത് വെജിറ്റബിൾ സമോസയാണ് അവിടുത്തെ ഹിറ്റ് കേട്ടോ. പിന്നെ ചായ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൈക്കിയിൽ കയറി. എനിക്ക് കുറച്ച് കാജലും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ ഞാൻ പർപ്പിളിലും കൂടി കയറി. ലുലുവിൽ പർപ്പിളും ഉണ്ട്. പർപ്പിളിലും കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് ടിനു പോയി. പിന്നെ എൻ്റെ കസിൻ അനിയത്തിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി ICSE സിലബസിൽ. അപ്പോൾ അവൾക്കും ഒരു ചെറിയ ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതും മേടിക്കാനാണ് ഞാൻ മെയിനായിട്ട് ലുലുവിൽ വന്നത്. അപ്പോൾ ആ ഷോപ്പിൽ കയറി അതൊക്കെ മേടിച്ചു. നക്ഷത്രയെന്നാണ് മേടിച്ചത് അവൾക്കുള്ള ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് അവൾക്കത് വൈകുന്നേരം കൊടുക്കാനുള്ള പ്ലാനായിരുന്നു. ICSE സിലബസിൽ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. മഴ കാണണം എന്ന് വിചാരിച്ചിരുന്നത് എനിക്കിതേ കിട്ടിയത് ഫുൾ മഴ. ഈ വ്ളോഗ് എടുക്കുമ്പം ഞാൻ ഇന്നലെയായിരുന്നു ഈ വ്ളോഗിൻ്റെ 3rd ഡേ, വിച്ച് മീൻസ് 2 ദിവസം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ നാളെ വൈകുന്നേരം ഞാൻ ഫ്ലൈറ്റിൽ കയറാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ കൊച്ചിയിലെ മഴ കേട്ടോ. എത്ര നാളായി കണ്ടിട്ട്. അപ്പം നാട്ടിൽ ഇല്ലാത്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ട്രാഫിക്കിനും കട്ടറിനുമൊന്നും ഒരു കുറവുമില്ല. വൈറ്റില ഭാഗത്തോട്ടൊന്നും വരാനേ പറ്റില്ല. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാറൊക്കെ എടുത്തങ്ങ് നിറയ്ക്കും റോഡ്. അതുകൊണ്ട് നിന്ന് തിരിയാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ മഴ തന്നെയാണ്. പിന്നെ വീട്ടിലെത്തിയപ്പം പടവലങ്ങാക്കറിയും തൈരും നമ്മുടെ വാല് കറി, പോത്തിൻ്റെ വാലൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു മക്കളെ. ഇലക്ട്രിക് ഷോക്കായിരുന്നു. അമ്മയുടെ കുക്കിംഗ് പറയാതിരിക്കാൻ വയ്യ. അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.